എനിക്ക് ഓർമ്മയുള്ളത് നമ്മള് ആദ്യം സമരം ചെയ്ത കാലത്ത് സ്ത്രീകൾ നടക്കുമ്പോൾ ഇടുപ്പിളകി നടക്കരുത് എന്ന് പറയുന്നൊരു ഗൈഡ് ലൈൻ വന്നു. സ്ത്രീകളുടെ ശരീരപ്രകൃതി അനുസരിച്ച് അല്ലെങ്കിൽ മനുഷ്യരുടെ ശരീരപ്രകൃതി അനുസരിച്ച് നടക്കുമ്പോൾ ഇടുപ്പിളകരുത് എന്നൊരു ഗൈഡ് ലൈൻ വന്നാൽ അത് ഏത് നിലയ്ക്കാണ്? അന്ന് കണിയാപുരം രാമേന്ദ്രൻ പ്രസംഗിച്ചത് എഴുതിയവന്റെ അമ്മ നടന്നാലും സഹോദരി നടന്നാലും ഭാര്യ നടന്നാലും മകൾ നടന്നാലും അച്ഛൻ നടന്നാലും അമ്മ നടന്നാലും ഇടുപ്പിളകും മനുഷ്യൻ നടന്നാലും മനുഷ്യന്റെ സ്ട്രക്ചർ അങ്ങനെയാണ്. അപ്പൊ അത്ര ഇഡിയോട്ടിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഇതും ഉണ്ടായിട്ടുണ്ട്. ഇതാരാ ഉണ്ടാക്കുന്നത് ഗൈഡ് ലൈൻസ്? ഈ കമ്പീറ്റന്റ് അതോറിറ്റി ഉണ്ടാക്കുന്നതാണെങ്കിൽ ആ അതോറിറ്റിയുടെ കോമ്പീറ്റൻസ് ആണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത്. ഇത്തരം ഗൈഡ് ലൈനുകൾ ഒരു ഇന്ത്യ പോലെ ഒരു രാജ്യത്ത്, ഒരു ജനാധിപത്യ രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഫണ്ടമെന്റൽ റൈറ്റിൽ ഉൾപ്പെടുത്തി വ്യവസ്ഥ ചെയ്തിട്ടുള്ള ഒരു രാജ്യത്ത് ഇത്തരം ഇഡിയോട്ടിക് ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ഉണ്ടാക്കാൻ ആർക്കാണ് കോമ്പീറ്റൻസ്? അങ്ങനെ ഉണ്ടെങ്കിൽ അത് ചോദിക്കപ്പെടും. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അതിന് ഹൈക്കോടതിയിൽ പുതിയൊരു റിട്ട് കൊടുക്കേണ്ടി വരും. അതിൽ ഇംപ്ലീഡ് ചെയ്യാനായിട്ട് ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. നിർമ്മാതാക്കളും അതിന് തയ്യാറാണ്. തീർച്ചയായിട്ടും അതിനെ ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ സ്കോപ്പിനെ നമ്മൾ വൈഡർ ആക്കണം. എന്നാൽ മാത്രമേ നിയമപരമായി കൂടി ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ.